ചായ കുടിക്കാൻ പോവുകയാണ്. So, who the fuck are you? ഏകദേശം സമയം 10:45 ആയുള്ളൂ. Wait. What are you trying to say, Kelly? ചായ ബ്രോ. Come on. Oh my god. പന്ത്രണ്ട് 10:45 ചായ കുടിക്കണ്ടേ പിന്നെ. എങ്കിലും ലൈറ്റില്ലേ, എങ്കിലും ഇന്ന് പോണ്ടെന്ന് വിചാരിച്ചു. ഈ കാലിനാകെ ഒരു ഇഞ്ചുറി പറ്റി ഫുട്ബോൾ കളിച്ച് ഒരു ചവിട്ട് കിട്ടി, തുടയെല്ലാം കൂടെ ചവിട്ടി ഉറച്ച് വെച്ചേക്കണം. ചായ കുടിക്കാതിരിക്കാൻ പറ്റില്ല പാതിരാത്രി. അങ്ങനെ പിന്നെ നമുക്ക് പോയി ചായ കുടിക്കാൻ. ചേട്ടനെ കണ്ടാ വിട്ട് നോക്കണം. ലെറ്റ്സ് ഗോ. ഗിംബൽ എടുക്കട്ടെ, ഞാൻ ഗിംബൽ എടുത്തോണ്ട് വരട്ടെ. അണ്ണാച്ചി ചായ അടിക്കുന്ന വീഡിയോ എടുക്കാം. ആദ്യത്തെ 2 ദിവസമൊന്നുമില്ല, കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടാൻ പോകും. കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടുന്ന ഡേ വൺ. ക്യാമറ കണ്ണുകൊള്ളിവിടായിരിക്കും നിന്റെ ജീവിതം ഇനി തൊട്ട്. വധുവിനെ സ്വീകരിക്കുന്നു. പയ്യന് 29 വയസ്സാവാൻ പോയ നോക്കുന്നു. ഗേറ്റൊക്കെ പൂട്ടിയിടുന്നു, പ്രശ്നങ്ങളാണ്. എങ്കിലും ഇന്ന് പോകണ്ടെന്ന് വിചാരിച്ചാണ് മാക്സിമം. കാല് വയ്യാതെ പെയിൻ റിലീഫിനുള്ള ഗുളികയും പിന്നെ നീര് കുറയാനുള്ള ഗുളികയും ഓയിൽമെന്റ് ഒക്കെ തേച്ച് ഞാൻ സെറ്റായിട്ട് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോഴാണ് കൊന്നുപുറം വന്നിട്ട് വിളിക്കുന്നത് പോവാൻ, ചായ കുടിക്കാൻ പോവാ എന്ന് പറയുന്നത്. ഇവിടെ ചേട്ടൻ പനിയാണ്. ചേട്ടൻ പാരസെറ്റാമോളും കഴിച്ചിട്ടാണ് ചേട്ടൻ കിടന്നത്. ചേട്ടൻ പിന്നെ നമ്മളെ ഇറങ്ങി നിന്ന് ഇതാണ് നമ്മളെ മെയിൻ അണ്ണാച്ചി സ്റ്റാൾ. അപ്പുറത്തും ഇപ്പുറത്തും കഫേകളൊക്കെ ഉണ്ട്, എങ്കിലും പക്ഷെ ചായയാണ് ചായ. എന്റെ ഒരു സിനിമാറ്റിക് എടുക്കട്ടാ. ആരടാ? കിഷോർ 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 ചതിയൻ. ഒറ്റയ്ക്കിരുന്ന് അറിയണ നീ. എണ്ണയിൽ മുങ്ങിയ കടികൾ വില വേണോ? എനിക്ക് വേണ്ട ഇതൊന്നും. അണേ ഹായ് സൊല്ലുങ്ക വണങ്ങണേ. ஒரு சாயா ஒரு போஸ்ட். நல்லா போடுங்க, யூடியூப்ல போடணும். அடிங்க, நல்லா நூத்து அடிங்க. நம்ம പേഴ്സണൽ ചായ അടിക്കാരനാണ്. വീശി അടിക്കോ? അടിക്കാം. ഹായ് சொல்லுங்க. നാണക്കാരനാ? വെക്കമ്മാ മാമാക്ക് വെക്ക അടിക്കാം. അടിക്ക അടിക്ക പറന്ന് അടിക്ക. ആ കറണ്ട് പോയിടിച്ച് ലൈഫ് എങ്ങനെ പോകുന്നു? ലൈഫ് സുഖം സുഖം, ഒരു പ്രശ്നമില്ല, ഹാപ്പിയാണ്. പിന്നല്ലേ മൈക്ക്. സോ ഗായ്സ്, ഞാന് ഫസ്റ്റ് ടൈമാണ് വീഡിയോ ഇടുന്നത്. പക്ഷെ കുറെ പേര് വീഡിയോ ഇടുന്നതും വീഡിയോയിലൊക്കെ ആയിട്ട് ഞാൻ ഉണ്ട്. അതുകൊണ്ട് അതിനോ എങ്ങനെയാണ് പരിപാടി എന്ന് എനിക്ക് നല്ല വൃത്തിക്ക് അറിയാം. പിന്നെ ഈ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം കുറച്ച് ബിൽഡ് ചെയ്യാൻ കുറച്ച് ടൈം എടുത്ത്. കാരണം ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുമ്പോൾ ചുറ്റുള്ള എല്ലാവരും എന്നെ നോക്കിയിട്ടിരിക്കുന്നത് ആ പൊട്ട എന്തിന് കാണിക്കണം. നമ്മളതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് ഇടണേലും എനിക്ക് ഭയങ്കര നാണക്കേടൊന്നും ഇല്ല എനിക്ക്. പിന്നെ ഏറ്റവും കൂടുതൽ വീഡിയോ ഇടാൻ പറയണ ഒരുത്തനാണ് ഏവൻ.
ഞാൻ അവൻ്റെ കൂടെ മാക്സിമം വീഡിയോ ഇടാൻ പറയണത്. പക്ഷെ അവനും ആ ഒരു ഇതുണ്ട്, എനിക്കും ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെയെങ്കിലുമൊക്കെ മാറണമെങ്കിൽ അങ്ങ് മാറട്ടെ, അത്ര. സാധാരണ ഇത് 1-2 ചായയിലൊക്കെ പോണേണ്, പക്ഷെ ഇന്ന് വയ്യ, ഇന്ന് മതി, ശരിയാവൂല. ചായ കുടിച്ച് ഇന്ന് തന്നെ ഏകദേശം 4 ചായ കണ്ട് അടുപ്പിച്ച. നീ ഒരു ഏണി പിടി, എവിടെയെങ്കിലും ആരെങ്കിലും ഒക്കെ പിടിച്ചിടി, അപ്പൊ നമുക്കത് കണ്ടന്റാ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അത് മുടി വെട്ടിയപ്പോ സുന്ദരനായേട്ടാ. ബാഗ് കിട്ടി, കൊള്ളാം കേട്ടാ, നല്ല വൃത്തിക്ക് വെട്ടി ഞാൻ. കിഷോർ ക്യാമറ ഷൈ ഉണ്ടോ? ക്യാമറ ഷൈ ഉണ്ടോ എനക്ക്? ആയി 2 അടിച്ചിട്ട് നിൽക്കണാളാ നീ. കൈതാ കൈതാ കൈതാ. ഈ കൈ എന്ന് പറയാനുണ്ടല്ലേ, രാശിയുള്ള കൈയാണ്. ഈ കൈയാ? ഇടത്തേ കൈയാണോ രാശിയുള്ള? ഒരു പ്രശ്നമില്ല. ചായ ആളിയും ബൂസ്റ്റേ കുടിക്കും അവിടെ. ഇത്ര കൊണ്ട് ബാക്കി ബൂസ്റ്റ് ആടെ നോട്ട് വേറെ ഗ്ലൗവിന്റെ ക്ലാസ് ആടെ. പൂക്കൾ അയ്യോ, പച്ചപ്പൂക്കളും മഞ്ഞപ്പൂക്കളും നമുക്ക് ഇഷ്ടമാണ് നമ്മൾ ചെയ്യുന്നില്ല. അവിടെ അവരെന്തരാ കഥ വിട്ട് തുടങ്ങി. അവൻ പോയി, ഞാൻ ഒറ്റയ്ക്കായി. പൾസറിന് എടുക്കുക, പൾസർ, ഓൾഡ് പൾസർ DTSI. ഇത് എവന്റെ വണ്ടിയാണ്. നമ്മളെ വണ്ടി പാവം വണ്ടി ഇതാണ്. എന്റെ വണ്ടി അധികം കണ്ടു കാണൂലേ, വീഡിയോ ആരും കാണുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോഴാണ് വണ്ടി. ഇതാണ് എന്റെ വണ്ടി, ഹീറോ സ്പ്ലെൻഡർ. 100 രൂപയ്ക്ക് പെട്രോൾ അടിച്ച് തിരുവനന്തപുരത്ത് പോയിട്ട് തിരിച്ചു വരാം. കൂടെ ഉള്ള പയ്യന്മാർക്കൊക്കെ മൊത്തം നാണമാണ് കാശ്. ഇൻവെർട്ടർ അല്ല, ഇങ്ങനെ ഇരുതാ, അത് ഇങ്ങനെ ഇരുതാ. സെറ്റടാ നീ. അളെ ആരെങ്കിലും ഒക്കെ ഷൂട്ട് ചെയ്ത് എവിടെയെങ്കിലും ഒക്കെ ഇടണ നിനക്ക് നല്ലതല്ലേ അളിയ? പിന്നെ ഇരുന്ന് കണ്ടൂടെ? പുളിമാത്തുള്ള ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചെറുക്കൻ നല്ലൊരു പെണ്ണെ കണ്ടുപിടിച്ചു കൊടുക്കണം. നല്ല പയ്യനാണ്. രാത്രി ദോശ കഴിക്കാനാണ് അവൻ വന്നത്, വേറെ ഒന്നിനും അവൻ പോയിട്ടില്ല. ദോശ കഴിക്കാൻ വേണ്ടി മാത്രം. ജോലി DJ അല്ലേ എളിയാ നീ? സൗണ്ട് ടെക്നീഷ്യൻ. പക്ഷെ പുള്ളി പയ്യ DJ ആവും. സൈഡ് DJ ആയിട്ട് ഞാൻ വേണമെങ്കിൽ നമ്പർ കൊടുത്തേക്കാം, പുള്ളിനെ വിളിച്ചാൽ. ഉത്സവം എന്തെങ്കിലും വെഡിങ് വർക്കോ ഉത്സവമോ മറ്റേ ഏതാ നമ്മളെ എന്തെങ്കിലും എല്ലാ പരിപാടി എല്ലാം എടുക്കും. കംപ്ലീറ്റ് സൗണ്ടിന്റെ പരിപാടി. സൗണ്ട് എവിടെയുണ്ടോ അവിടെ ഉണ്ട്. ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമുക്ക് പ്രൊമോഷൻ കിട്ടി. ഇതൊന്നും ഇടല്ലേടാന്ന് കരഞ്ഞ് പറയണ പയ്യ. നമ്മളിടും, നമുക്ക് വേറെ നോക്കാനും പിടിക്കാനൊന്നുമില്ല. മൈക്ക് എന്റെ കയ്യില്, പക്ഷെ കേക്കാം. ബാക്ക്ഗ്രൗണ്ട് കിട്ടൂല, ബാക്ക്ഗ്രൗണ്ട് കട്ടാ, സൗണ്ട് കിട്ടും. താണ്ടെ ഇരിക്കണ്. വേണം മൈക്ക്, വേണം മൈക്ക് പറയുന്നുണ്ട്. നമ്മളെ ആക്ച്വലി ഇവിടെ കളി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മള് ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ചെറുക്കനെ ഞാൻ പരിചയപ്പെടുക. ഞാൻ തമാശ പറഞ്ഞല്ലേ, സീരിയസ് ഇടണതാ. നമ്മളെ ആക്ച്വലി ഇവിടെ വരും. നമ്മള് പാതിരാത്രി ഇവിടെ വേൾഡ് കപ്പിന്റെ കളി എങ്ങാനും ഉണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് സാധാരണ പാപ്പൊക്കെ വാങ്ങിച്ചിട്ട് പോവാറ്. പാപ്പം പലഹാരം വാങ്ങിച്ചിട്ട് പോവാറ്. പക്ഷെ ഇന്ന് കളിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഫൈനൽ 20-ാം തീയതി ഉള്ളു. അപ്പം 20-ാം തീയതി രാത്രി എങ്ങാനും വന്ന് വല്ലതൊക്കെ വാങ്ങിച്ചായി. പുള്ളി CCTV ഓപ്പറേറ്റർ ആണ്. അപ്പം ടെക്നീഷ്യൻ ആണ്. അപ്പൊ വർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുള്ളിക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇതുവഴി നീ കൂടെ ആക്കൊന്ന് കിട്ടാൻ പോലുള്ളത് എനിക്കറിയാം. എങ്കിലും ഓടലേ കിട്ടാൻ പോലുള്ളത് എനിക്കറിയാം. എങ്കിലും
ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാലോ നമുക്ക്. വീഡിയോ ഓണാക്കി വെച്ചിരിക്കല്ലേ. സോ എടേ വാങ്ങിയത് എടാ എവിടുന്ന് വാങ്ങിയത്? They ask you how you are, you just have to say that you're fine when you're not really fine, but you just can't get into it because പാപ്പം വാങ്ങിയല്ലേ? ഗൈസ് ഹാർഡ് ടു ചൂസ്. വേറെ വല്ലതും വാങ്ങിയത്? എനിക്കൊരു ക്യാമറാമാൻ വേണം. അപ്പൊ ഞാൻ നടക്കുന്ന ഷൂട്ട് ചെയ്യാൻ ആക്ച്വലി ഒരു ക്യാമറാമാൻ ഉണ്ടായിക്കൊള്ളാം. എടുത്താവല്ലോ. കളി നല്ല ഫ്രെയിം കളിയാ. നടുക്ക് നീ ഇങ്ങനെ നിക്കണത് ഹൈഡസൊക്കെ ഉള്ളണത്. എടേ ഓറിയോ കഴിച്ച എന്തോ അഡിക്ഷൻ ആണ്. അഡിക്ഷനോ അങ്ങനെ എന്തോ സംഭവമാണ്. തുറന്നിട്ട് വല്ലതും എടുക്കാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല. തൊണ്ട വയ്യ. ഇതാണ് മാംഗോ ഷേക്ക് ഇവിടത്തെ. പാതി പച്ചവെള്ളം ഐസ്. ഇതിൽ മാംഗോ എവിടെ? മാങ്ങ തൊലിയിട്ടാണ് ഗൈസ് ഇവിടെ മാംഗോ ജ്യൂസ് അടിക്കുന്നത്. ഇത് ലൊക്കേഷൻ വരുന്നത് നമ്മള് തമാശക്ക് പറയുന്നത് ചെറുക്കൻ നല്ലപോലെ അടിയും. ഏകദേശം 14 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉള്ള ഷേക്കറാണ്. ബാക്കിയുള്ളത് ഗ്ലാസ്സിൽ ഒഴിക്കണം. മാംഗോ ഷേക്കിൽ ബൂസ്റ്റ് ആണ് മെയിൻ. ചുമ്മാ ഗൈസ് നല്ല ഷേക്കാണ് ഗൈസ്. ഫോക്കസ് ആവില്ലല്ലോ. ചിലപ്പോ പ്രൊമോഷൻ കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ പ്രൊമോഷൻ കിട്ടണമെങ്കിൽ എന്റെ ഫോട്ടോ ഫ്രണ്ടിൽ വെക്കണം. എന്നിട്ട് സൈഡിൽ അരോമ ബേക്കറി എഴുതിക്കോ, പ്രശ്നമില്ല. ഷേക്ക് ജീവനോടെ എന്ത് പുറത്തിറക്കുമെന്ന് തോന്നല്ലേ ഇതിനകത്ത്. നീ വാങ്ങിച്ചേ കുഴപ്പമില്ല. ലെറ്റ്സ് ഗോ. പറയടേ. ക്യാമറ കാണിച്ച ഒന്നും താടേ. താങ്ക്സ് സ്നേഹമുള്ള ചേട്ടൻ. ഞാൻ പറഞ്ഞു നിങ്ങൾ കാര്യമായിട്ട് എടുക്കല്ലേ കേട്ടോ. they ask you how you are, you just have to say that you're fine when you're not really fine, but you just can't get into it because കൊള്ളാം കേട്ടാ. ഐസിന്റെ രുചിയില്ല. കൊള്ളാം ആക്ച്വലി. കൊടുത്തോ. സുക്കുമണിയാ. What the dog doing? സുക്കുമണിയാ സുഖം തന്നെ. ഈശ്വര കടിക്കുമെന്നാണ് തോന്നൽ. ഇത് മറ്റേ പട്ടിയില്ലടാ, മറ്റേ അവിടെ കിടന്നു ചാടിക്കടിച്ച കോട്. നാളെ നീ തന്നെ ഇതിന്റെ പപ്പ. ആക്ച്വലി ചായ കൊടുത്തിട്ട് നമ്മളെ പൈസ, ചായ കുടിച്ചിട്ട് നമ്മളെ പൈസ കൊടുത്തില്ല. അപ്പൊ ഇത് ഏകദേശം 2ാമത്തെ ദിവസം കണ്ടിട്ട് ഇങ്ങനെ ചെയ്യണം. അപ്പം മറന്നു പോണേണ്, അല്ലാതെ കൊടുക്കാതിരിക്കണല്ല, മറന്നു പോണേണ്. അപ്പൊ എന്തായാലും അപ്പുറത്തായി പൈസ കൊടുക്കാൻ പോയി. പൈസ കൊടുക്കാൻ വേണ്ടിട്ട് പോയി നിൽപ്പുണ്ടായി. ബ്രോ ബൈ. അപ്പം രാത്രി എനിക്ക് ടൈം കിട്ടും ഇങ്ങനെ ചായ കുടിക്കാൻ. പക്ഷെ യുവമാർക്ക് ടൈം കിട്ടാത്ത. യുവമാർക്ക് അടുത്ത ദിവസം നേരത്തെ ജോലിക്ക് പോകണമെന്നുള്ളതുകൊണ്ടൊക്കെ യുവമാര് മാക്സിമം നേരത്തെ വീട്ടിൽ പോകാനൊക്കെ നോക്കും. അല്ലെങ്കിൽ ഏകദേശം ഒരു 1 മണി 2 മണി സമയം വരെയൊക്കെ നമ്മളിങ്ങനെ അണ്ണാച്ചിയുടെ കട മുമ്പിൽ ഇരിക്കണേണ്. ഇപ്പൊ ഇടത്ത് കഴിഞ്ഞു. സോ ഗൈസ് കറണ്ട് പോയി വീട്ടിൽ വന്നപ്പം. അപ്പോ ദാറ്റ്സ് മൈ ഫസ്റ്റ് ഡേ. ആദ്യത്തെ ദിവസത്തെ ഡെയിലി വ്ളോഗാണ്. ഐ ഡോണ്ട് നോ ഇപ്പം ആരൊക്കെ ഇത് എങ്ങനെയൊക്കെ എടുക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ഐ എം ഹാപ്പി ബിക്കോസ് എന്തുവാണ് ഒരു പബ്ലിക് പ്ലേസിൽ ഷൂട്ട് ചെയ്യാൻ പറ്റി. ആൻഡ് ഞാൻ ഇങ്ങനെ കിടന്ന് കറങ്ങണം. ഒരു പബ്ലിക് പ്ലേസിൽ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റി. ആളുകൾ കുറേ നോക്കുന്നുണ്ടായിരുന്നു. ബട്ട്
യുനോ എന്തെങ്കിലും ചെയ്യണം. ഐ ഹാവ് ടു ഡൂ സംതിങ്. അപ്പോൾ സോ യാ ദാറ്റ്സ് എൻഡ്. അപ്പം ഡെയിലി ലോകം നാളെയും മാക്സിമം ഐ ഡൂ മൈ ബെസ്റ്റ്. ബിക്കോസ് എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പം സിറ്റുവേഷൻ കിട്ടുമ്പോൾ ഓഫ് കോഴ്സ് ഐ വിൽ ഷൂട്ട് ആൻഡ് എന്താണ് അപ്ലോഡ് ചെയ്യും. So that's all. See you in the next video. Bye. You forgot something, didn't you?